സാമ്പത്തിക തകർച്ചയിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന എക്സിസ്റ്റൻഷ്യൽ ഡ്രെഡ് അഥവാ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഭയം അയാളെ ഒരു ടണൽ വിഷനിലേക്ക് നയിക്കുന്നു. ആ കാഴ്ചയിൽ സ്വന്തം മകൾ ഒരു ജീവനുള്ള വ്യക്തിയായോ താൻ ഓമനിച്ചു വളർത്തിയ കുഞ്ഞായോ അയാൾ കാണില്ല. മറിച്ച് അത് തന്റെ പരാജയത്തിന്റെ ഭാരമായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. താൻ ഒരു പരാജയമാണ് എന്ന് സമൂഹം തിരിച്ചറിയുമോ എന്ന ഭയം അയാളെ ഒരു കൊലപാതകിയാക്കി മാറ്റുന്നു. വാക്കുകൾക്ക് വരയ്ക്കാനാകാത്ത ക്രൂരകൃത്യത്തിന്റെ കറുത്ത ചിത്രം. വിധി തീർത്ത സാമ്പത്തിക തകർച്ചയുടെ ഇരുളിൽ നിന്ന് രക്ഷ നേടാൻ തണലായി നിൽക്കേണ്ടവൻ സ്വന്തം തളിരിനെ തന്നെ പിഴുതെറിഞ്ഞു കളഞ്ഞു. പിതാവെന്ന വാക്കിന് പോലും ലജ്ജയാകും. കാലത്തിന്റെ കോടതിയിൽ ഒരിക്കലും മായാത്തൊരു ശാപവാക്കായി അയാൾ അവശേഷിക്കുകയാണ്. തുടർന്ന് കുറ്റവും ശിക്ഷയും. അച്ഛനെയും മകളെയും കാണാനില്ല. ഒരു മാൻ മിസ്സിംഗ് കേസ്. ഇന്ന് ഒരു മാൻ മിസ്സിംഗ് പരാതി എന്നത് അത്രമേൽ സാധാരണമാണ്. GPS, മൊബൈൽ ഫോൺ, CCTV അങ്ങനെ സാങ്കേതികമായ അനേകം മാർഗങ്ങളുണ്ട്. പോലീസിന് ഒരു ഈസി ജോബ് മാത്രം. പക്ഷേ ചിലപ്പോൾ അതൊരു അതിക്രൂരമായ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറങ്ങളിലേക്കുള്ള സൂചന കൂടിയാകാം. മാർച്ച് 22 തിങ്കളാഴ്ച രാവിലെ സമയം തൃക്കക്കര പോലീസ് സ്റ്റേഷൻ. രമ്യയുടെ പരാതിയാണ്. ഭർത്താവിനെയും മകളെയും തലേ ദിവസം മുതൽ കാണാനില്ല. ഭർത്താവ് സനു മോഹൻ, മകൾ വൈഗ. പരാതിയിലെ മാറ്റർ കുറച്ച് ഗൗരവമുള്ളതാണ്. സനു മോഹൻ, പ്രായം 2021 40 വയസ്സ്. വിലാസം ശ്രീഗോകുലം ഹാർമണി ഫ്ലാറ്റ്, കങ്ങരപ്പടി, തൃക്കാക്കര, കൊച്ചി. വൈഗ, പ്രായം 10 വയസ്സ്. അച്ഛൻ, 10 വയസ്സുള്ള മകൾ. കാണാതായ 2 പേർ. കുടുംബവഴക്കോ ഭാര്യയുമായി പ്രശ്നമോ ഉണ്ടോ? ഇല്ല. ഭാര്യയെ കൂട്ടാതെ അവരെ ഒളിച്ച് മകളെയും കൊണ്ട് അച്ഛൻ എങ്ങോട്ട് പോയി? പരാതിയിൽ കഴമ്പുണ്ട്. പിന്നെ പോലീസിനുള്ള ആ പ്രത്യേക കഴിവ്. ഒരു പരാതി നൽകാൻ വന്നവർ, പരാതിയിലെ കണ്ടന്റ്. ഇത്രയും കാണുമ്പോൾ തന്നെ പോലീസിന് കിട്ടുന്ന ഒരു മണമുണ്ട്. ഈ പരാതിയിലുമുണ്ട് മരണത്തിൻ്റെ ആ മണം. അതുകൊണ്ടാണ് പോലീസ് ആ കേസിൽ അത്ര വേഗത്തിൽ ഇടപെട്ടത്. സനു മോഹന്റെ ഫോൺ ഓഫാണ്. സൈബർ സെല്ലിന് വിവരം കൈമാറി. ബന്ധുക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നുമുള്ള വിവരങ്ങളാണ് പ്രധാനം. അത് ചോദിച്ചറിഞ്ഞു. ഭാര്യ രമ്യ തനിക്കറിയാവുന്ന വിവരങ്ങൾ പറയാൻ തുടങ്ങി. തലേന്നത്തെ അവരുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളുടെ ഒരു ടൈം ലൈൻ. 2021 മാർച്ച് 21 ഞായർ രാവിലെ എറണാകുളം കങ്ങരപ്പടി ശ്രീഗോകുലം ഹാർമണി ഫ്ലാറ്റിലെ ബീറ്റ ഗ്രീൻ 6A, അവിടെയാണ് ആ കുടുംബം താമസിക്കുന്നത്. സനു മോഹനും ഭാര്യ രമ്യയും മകൾ വൈഗയും. ഞായറാഴ്ച രാവിലെ അവർ ആലപ്പുഴ ജില്ലയിലെ ഒരു ബന്ധു വീട്ടിലേക്ക് പുറപ്പെടുന്നു. രമ്യയുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ് ഇവർ പോയത്. ഈ വീട് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കഞ്ഞിപ്പാടത്താണ്. ഉച്ചയോടെ തന്നെ അവർ കഞ്ഞിപ്പാടത്തെത്തി. ഏറെ നേരം ആ വീട്ടിൽ ചെലവഴിച്ച ശേഷം ഭാര്യ രമ്യയെ വിളിച്ച് സനുമോഹൻ പറഞ്ഞു, ഞാനിവിടെ അടുത്തുള്ള എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്കൊന്ന് പോയി വരാം. നീ വരണമെന്നില്ല, ഞാൻ തന്നെ പോയി വരാം. വൈഗയെ ഒപ്പം കൂട്ടിയാണ് അന്ന് സനുമോഹൻ അമ്മാവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ സമയം എത്രയായി കാണും? പോലീസ് ഇടയ്ക്ക് രമ്യയോട് ചോദിച്ചു. ഒരു 7 മണി. എന്തായാലും നേരം ഇരുട്ടിത്തുടങ്ങി. രമ്യ മറുപടി പറഞ്ഞു.
അന്ന് തന്നെ മടങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ രാത്രി ഏറെ വൈകിയപ്പോൾ വിളിച്ചു നോക്കി. ഫോൺ ഓഫായിരുന്നു. സനുമോഹന് ഒന്നിലധികം ഫോണുകളുണ്ട്. മാറി മാറി വിളിച്ചിട്ടും ഫലമില്ല. കുറെ നേരം കൂടി കാത്തു. വീണ്ടും വിളിച്ചു നോക്കി. ഏതാണ്ട് 10 മണിവരെ അത് തുടർന്നു. അത്രയും രാത്രിയായതോടെ ഭയമായി തുടങ്ങി. പോയത് അമ്മാവിന്റെ വീട്ടിലേക്കാണല്ലോ. അവിടത്തെ നമ്പർ രമ്യയുടെ പക്കലുണ്ടായിരുന്നു. അവർ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴാണ് അവർ ശരിക്കും ഞെട്ടിയത്. സനുമോഹനും മകൾ വൈഗയും അവിടെയില്ല. അവർ അവിടെ ചെന്നിട്ടേയില്ല. പിന്നെ അവർ എങ്ങോട്ട് പോയി? ബന്ധുക്കളും പരിചയക്കാരുമെല്ലാം ആ രാത്രിയിൽ ഉണർന്നു. പല വഴികൾ, പല സാധ്യതകൾ എല്ലാം നോക്കി. ഫലമില്ല. രാത്രി 12 മണി. രമ്യയും ബന്ധുക്കളും അതിവേഗം തന്നെ അവിടെ നിന്നിറങ്ങി. അവർ എറണാകുളത്തെ തൃക്കാക്കരയിലെ ഫ്ളാറ്റിലെത്തുമ്പോൾ നേരം പുലർന്നു. ഫ്ളാറ്റിൽ അവരില്ല. സെക്യൂരിറ്റിയോട് ചോദിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരന് അക്കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ടായിരുന്നു. മാർച്ച് 21 രാത്രി ഏതാണ്ട് 9 മണിക്കാണ് സനുമോഹൻ കാർ ഓടിച്ച ഫ്ളാറ്റിലേക്ക് വന്നത്. ഒപ്പം മകളുമുണ്ടായിരുന്നു. കൃത്യം അരമണിക്കൂറിനകം അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി. പക്ഷെ തിരിച്ചു പോകുമ്പോൾ വൈഗയുടെ ദേഹത്തുകൂടി ഒരു പുതപ്പ് മൂടിയിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ അതേ കാര്യം തന്നെ പോലീസിനോടും വ്യക്തമായി ആവർത്തിച്ചു. ഫ്ളാറ്റിൽ ആ ദിവസങ്ങളിൽ CCTV പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. പോലീസ് കുഴങ്ങി. കയറിപ്പോയി അരമണിക്കൂറിനകം അവർ തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങുമ്പോൾ മകൾ പുതപ്പുകൊണ്ട് മൂടിയ നിലയിൽ. എന്താണ് വെറും അരമണിക്കൂർ കൊണ്ട് ആ ഫ്ളാറ്റിൽ നടന്നത്? പരാതി ലഭിച്ച പോലീസ് വിവരശേഖരണത്തിന് ശേഷം ആ ഫ്ളാറ്റിലേക്ക് പോയി. അവിടെ സെക്യൂരിറ്റിയുടെ മൊഴിയെടുത്ത ശേഷം ആ ഫ്ളാറ്റിലേക്ക് കയറി പ്രാഥമികമായ പരിശോധന നടത്തി. ഏതാണ്ട് ഉച്ചസമയം. അപ്പോഴാണ് ആ സന്ദേശം വരുന്നത്. സംഭവം നടുക്കുന്ന ഒരു വഴിത്തിരിവിലേക്കാണ്. മാർച്ച് 22 തിങ്കളാഴ്ച. സമയം ഉച്ചയ്ക്ക് 12:30. എറണാകുളം മഞ്ഞുമ്മൽ പാലത്തിലൂടെ യാത്ര ചെയ്ത ആളുകളിൽ ചിലർ ആ കാഴ്ച കണ്ടു. കുറച്ചകലെയാണെങ്കിലും അതൊരു പെൺകുട്ടിയുടെ ശരീരമാണെന്ന് അവർ മനസ്സിലാക്കി. മുങ്ങി മരിച്ച നിലയിൽ ആ പുഴയുടെ ഒരു ഭാഗത്ത് ആ ശരീരം കുടുങ്ങിക്കിടക്കുന്നു. അവർ വേഗം പോലീസിന് വിവരമറിയിച്ചു. കളമശ്ശേരി മുട്ടാർ പുഴയിൽ മഞ്ഞുമ്മൽ റെഗുലേറ്റർ ബ്രിഡ്ജിന് സമീപമാണ്. പുഴയിൽ കണ്ടെത്തിയത് വൈഗയുടെ മൃതദേഹം തന്നെ. പോലീസ് സ്ഥലത്തെത്തി. ആ രാവിലെ മുതൽ തങ്ങൾ അന്വേഷിക്കുന്ന പരാതിയിലെ പെൺകുട്ടി വൈഗ. തലേന്ന് രാത്രിയിൽ പിതാവിനൊപ്പം പുതപ്പ് മൂടിയ നിലയിൽ ഫ്ളാറ്റിന് പുറത്തേക്ക് പോയ അതേ വൈഗ. പോലീസ് ടീം അവിടെ എത്തി. പിതാവ് സനുമോഹനും മകളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പോലീസിന്റെ ആദ്യ നിഗമനം അതായിരുന്നു. അതായത് ഒരു ബോഡി കൂടി ഇനി കിട്ടാനുണ്ട്. ഏലൂർ അഗ്നിരക്ഷാ ജീവനക്കാർ വൈഗയുടെ മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് ആ സമയം ഉച്ച മുതൽ തന്നെ പുഴയുടെ ആ ഭാഗത്ത് തെരച്ചിലിനുള്ള നടപടികൾ ആരംഭിച്ചു. രാത്രി ഏറെ വൈകിയും തെരച്ചിൽ തുടർന്നു. സനുമോഹനും മരിച്ചിരിക്കണം. 2021 മാർച്ച് 23 ചൊവ്വാഴ്ച. അതിരാവിലെ മുതൽ തന്നെ സനുമോഹനായി വീണ്ടും തെരച്ചിൽ ആരംഭിച്ചു. പക്ഷേ നിരാശയായിരുന്നു അന്നും ഫലം. ഇതിനിടെ തന്നെ ഫ്ളാറ്റിൽ കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തിയിരുന്നു. ആ ഫ്ളാറ്റിൽ ആരെങ്കിലും വന്നതിൻ്റെ ലക്ഷണങ്ങളില്ല. അവിടെ ഒരു പിടിവലി നടന്നതിൻ്റെയും സൂചനകൾ പോലീസിന് ലഭ്യമായില്ല. പക്ഷേ ആ മുൻഭാഗത്തെ തറയിൽ രക്തക്കറ പോലെ തോന്നിക്കുന്ന കുറെ അടയാളങ്ങൾ കണ്ടു.
പോലീസ് ഫോറൻസിക് യൂണിറ്റിനെ വിവരമറിയിച്ച കൂടുതൽ പരിശോധനകൾ നടത്താൻ ഏൽപ്പിച്ചു. ആ സമയത്താണ് സെക്യൂരിറ്റി ജീവനക്കാരൻ നിർണായകമായ ഒരു വിവരം കൂടി പോലീസിന് നൽകുന്നത്. സനു മോഹൻ ഇല്ലാത്ത സമയത്ത് അവിടെ 1-2 പേർ വന്നുപോയിരുന്നു. അവർ സാമ്പത്തിക ഇടപാടുകാരാണോ എന്ന സംശയമുണ്ട്. അവർ അന്ന് രാത്രിയിൽ ആ സമയത്ത് അവിടെ വീണ്ടും വന്നിരുന്നോ എന്നാർക്കും ഉറപ്പില്ല. സാമ്പത്തിക ഇടപാടുകാർ ആരെങ്കിലും വരികയും അവരുമായി ഒരു സംഘട്ടനമുണ്ടാവുകയും അതിനിടയിൽ വൈഗ അകപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം കൂടി പോലീസ് പരിശോധിച്ചു. ഫ്ളാറ്റിൽ വീണ്ടും പരിശോധന നടത്തി. എന്നാൽ ഫ്ളാറ്റിൽ നടത്തിയ ആ പരിശോധനയിലും അത്തരത്തിൽ ഒരു ബലപ്രയോഗത്തിന്റെ ഒരു ലക്ഷണവും കണ്ടെത്താനായില്ല. 2021 മാർച്ച് 24 വൈഗയുടെ മരണത്തിലുണ്ടായിരുന്ന സംശയം നീങ്ങി. വൈഗയുടേത് മുങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉറപ്പിച്ചു പറയുന്നു. വൈഗയുടെ ശരീരത്തിൽ പരുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം വൈഗയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലത്തിൽ മദ്യമുണ്ടെന്ന് കണ്ടെത്തി. രക്തത്തിൽ കലരുന്ന അളവിൽ മദ്യം അകത്തു ചെന്നിരിക്കുന്നു. ലൈംഗിക പീഡനത്തിന് ഇരയായതായി സൂചനയില്ല. കാക്കനാട്ടെ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിന്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് വ്യക്തം. വൈഗയുടേത് മുങ്ങിമരണം തന്നെ എന്നുറപ്പിച്ച സ്ഥിതിക്ക് സനുവിനായുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കി. പുഴയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു തെളിവും കിട്ടിയില്ല. അതേസമയം തങ്ങൾ ശരിയായ ദിശയിലാണോ സഞ്ചരിക്കുന്നതെന്ന സംശയം പോലീസിനുണ്ടായി. 2 പേരും പുഴയിൽ ചാടി മരിച്ചെങ്കിൽ ഇവർ സഞ്ചരിച്ച കാറ് ഈ ഭാഗത്തെവിടെയെങ്കിലും ഉണ്ടാകണം. അങ്ങനെ ഒരു കാർ ആ 3-ാം ദിവസത്തിലും കണ്ടെത്താൻ കഴിയുന്നില്ല. തങ്ങൾ ദിശ മാറുകയാണോ? മകളെ എറിഞ്ഞു കൊന്നതിനു ശേഷം സനു മോഹൻ മറ്റൊരിടത്തേക്ക് മാറിയോ? ആത്മഹത്യ ചെയ്യാതെ അയാൾ മുങ്ങിയോ? അതോ ആത്മഹത്യ ചെയ്യാനായി മറ്റൊരിടത്തേക്ക് അയാൾ പോയോ? ആരാണ് ഈ സനു മോഹൻ? അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതന്വേഷിക്കാൻ തന്നെ പോലീസ് ഉറപ്പിച്ചു. സനുവിന്റെ ആത്മഹത്യാ സാധ്യതകൾ തള്ളാതെ തന്നെ സമാന്തരമായി ഒരു അന്വേഷണം. അതിനാദ്യം വേണ്ടത് അയാളുടെ പൂർവ്വകാലം ചികഞ്ഞെടുക്കണം. സനു മോഹനും സഹോദരനും ഏറെ വർഷങ്ങൾ പൂനെയിലായിരുന്നു. പിതാവിന് രോഗമായപ്പോൾ മാതാപിതാക്കളെ സനു പൂനെയിലേക്ക് കൊണ്ടുപോയി. ചികിത്സയ്ക്ക് ശേഷം പിതാവ് മോഹനനും അമ്മ സരളയും നാട്ടിലേക്ക് മടങ്ങി. ഒപ്പം അവരും കൂടി. ഭാര്യ രമ്യയും മകൾ വൈഗയും ഒപ്പമുണ്ടായിരുന്നു. ഭാര്യയെയും മകളെയും കൂട്ടി സനുവും തൃക്കുന്നപ്പുഴയിലേക്ക് വന്നു. വൈഗയ്ക്ക് 6 വയസ്സ്. നാട്ടിൽ 2 ആഴ്ച സനുവും രമ്യയും വൈഗയും താമസിച്ചിരുന്നു. പിന്നെ അവർ പൂനെയിലേക്ക് മടങ്ങി. എന്നാൽ അതിൽ പിന്നീട് സനുവിനെപ്പറ്റി സ്വന്തം വീട്ടുകാർക്കും അറിവൊന്നും ഉണ്ടായിരുന്നില്ല. സനു വീട്ടിലേക്ക് വിളിച്ചതുമില്ല. ആ സമയം മുതൽ ഏതാണ്ട് 6 മാസത്തിനകം പിതാവ് മോഹനൻ മരിച്ചു. എന്നാൽ മകന്റെ വിലാസമില്ലാത്തതിനാൽ വിവരം സനുവിനെ അറിയിക്കാനായില്ല. സ്വന്തം പിതാവിന്റെ മരണം പോലും അറിയാതെ ഒളിച്ചിരുന്നയാളാണ് സനു മോഹൻ. മകനും കുടുംബവും മടങ്ങി കേരളത്തിലെത്തിയ കാര്യമൊന്നും സനുവിന്റെ അമ്മ അറിഞ്ഞതേയില്ല. വൈഗയുടെ മരണമുണ്ടാക്കിയ വാർത്തകൾ വന്നപ്പോഴാണ് ആ വൃദ്ധ ഇക്കാര്യമെല്ലാം അറിഞ്ഞത്. തങ്ങൾ അന്വേഷിക്കുന്നത് ദുരൂഹമായ ജീവിതം നയിച്ച ഒരാളെയാണ്. പോലീസ് അക്കാര്യം തിരിച്ചറിഞ്ഞു. പൂനെയിൽ നടത്തിയിരുന്ന ബിസിനസ് എല്ലാം തകർന്നാണ് ആ കുടുംബം നാട്ടിലേക്ക് മടങ്ങിയത്. മാർച്ച് 25 കാര്യങ്ങൾക്ക് കുറെ കൂടി വലിയ മാനങ്ങൾ വന്നിരിക്കുന്നു. സനുവിന്റെ ബന്ധങ്ങൾ കേരളത്തിൽ ഒതുങ്ങുന്നില്ല. മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിലേക്കും അന്വേഷണം നീട്ടണം. അയൽ സംസ്ഥാനങ്ങളിലെ അജ്ഞാത മൃതദേഹങ്ങൾ കൂടി ഒത്തുനോക്കേണ്ടി വരും.
കൂടുതൽ ടീമുകളായി പോലീസ് തിരിയേണ്ടതുണ്ട്. അന്വേഷണത്തിനായി തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. അന്ന് മാർച്ച് 25 തന്നെ വളരെ നിർണായകമായ മറ്റൊരു തെളിവ് കൂടി പോലീസിന് ലഭിച്ചു. മാർച്ച് 22 പുലർച്ചെ സമയത്ത് സനുവിന്റെ കാർ വാളയാർ ചെക്ക് പോസ്റ്റ് കടക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. 2021 മാർച്ച് 26 സാമ്പത്തിക ഇടപാടുകൾ മഹാരാഷ്ട്ര മാർവാടികളുമായാണ്. സനു മോഹന്റെ സഹോദരൻ പോലീസിന് മൊഴി നൽകി. അങ്ങനെയെങ്കിൽ മകളെ അപായപ്പെടുത്തി സനു മോഹനെ ഏതെങ്കിലും മാർവാടി കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയതാകുമോ? കേരളത്തിൽ നിന്നുള്ള ഒരു പോലീസ് ടീം പൂനെയിലേക്ക് പോയി. 2021 മാർച്ച് 31 സംഭവം നടന്ന 1.5 ആഴ്ച പിന്നിടുന്നു. അതോടെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. 2021 ഏപ്രിൽ 1 കങ്ങരപ്പടി ഫ്ളാറ്റിൽ നിന്നും ഫോറൻസിക് ശേഖരിച്ച അടയാളങ്ങളിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനാ ഫലം പുറത്തുവന്നു. അത് രക്തം തന്നെ എന്നുറപ്പിച്ചു. അതോടെ അന്വേഷണ സംഘത്തിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു. ഒടുവിൽ നിർണായകമായ ആ ദിവസം ഏപ്രിൽ 17 കർണാടക മംഗലപുരം കൊല്ലൂരിലെ ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് പണം നൽകാതെ മുങ്ങിയ ഒരാളെക്കുറിച്ച് ആ ഹോട്ടലുകാർ പരാതി നൽകി. ആ പരാതി അന്വേഷിക്കാനെത്തിയ കർണാടക പോലീസ് ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ലുക്കൌട്ട് നോട്ടീസിലെ ആൾ തന്നെയല്ലേ ഇത്? കർണാടക പോലീസിന് തോന്നിയ ഒരു സംശയം, അത് സനു മോഹനാണോ? കർണാടക പോലീസ് കേരള പോലീസിന് ആ ദൃശ്യങ്ങൾ അയച്ചു നൽകി. കേരള പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതെ, അത് സനു മോഹൻ തന്നെ. കൊല്ലൂരിൽ പോലീസ് എത്തിയത് ഏറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്താണ്. കൊല്ലൂരിലേക്ക് 527 കിലോമീറ്റർ. അവിടെ അയാൾ താമസിച്ച മുറിയിലെ പരിശോധനയായിരുന്നു ആദ്യം. ഏപ്രിൽ 18 ഞായറാഴ്ച ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ചു. കൊല്ലൂരിൽ സനു താമസിച്ച ആ മുറിയിൽ നിന്ന് സനുവിന്റെ ഒരു ബാഗ് പോലീസിന് കിട്ടി. അതിൽ കോയമ്പത്തൂരിൽ സ്വർണം പണയം വെച്ച ഒരു ചീട്ടുണ്ടായിരുന്നു. അടുത്തുള്ള മറ്റ് വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങളാകാം സനുവിന്റെ ലക്ഷ്യം. ആ ഒരു ഊഹത്തിലാണ് പോലീസ് അവിടെ നിന്ന് 175 കിലോമീറ്റർ അപ്പുറമുള്ള കാർവാർ ബീച്ചിലെത്തുന്നത്. കേരള പോലീസിന്റെ ഈ നീക്കം പക്ഷേ കർണാടക പോലീസ് അറിഞ്ഞിരുന്നില്ല. 2021 ഏപ്രിൽ 19 അതിരാവിലെ മുതൽ ബീച്ച് ആകെ നിരീക്ഷിച്ച പോലീസ് സംഘം തയ്യാറായി. 2 മണിക്കൂറോളം ആ നിലയിൽ തുടർന്നപ്പോഴാണ് തങ്ങൾ തേടുന്നയാളെ അവർ കണ്ടെത്തിയത്. ബീച്ചിലെ മണലിലൂടെ ഓടിയ പോലീസ് ടീം സനുവിന്റെ അടുത്തെത്തി. കുതറി ഓടി മാറി രക്ഷപ്പെടാൻ സനു ഒരു ശ്രമം നടത്തി. പക്ഷെ പോലീസ് അയാളെ കീഴടക്കി. കൈ രണ്ടും പുറകിലേക്ക് കൂട്ടിപ്പിടിച്ച മണലിൽ കമിഴ്ത്തിക്കിടത്തി. ഈ കാഴ്ച കണ്ടെത്തിയ കർണാടക പോലീസ് പക്ഷേ കേരള പോലീസ് ടീമിനെ തടഞ്ഞ് ചോദ്യം ചെയ്തു. ഒടുവിൽ തങ്ങൾ ആരെന്ന് വെളിപ്പെടുത്തി അവരുടെ കൂടി സഹായത്തോടെ സനു മോഹനെ കേരളത്തിലെത്തിച്ചു. 27 ദിവസത്തെ ഒളിവ് ജീവിതത്തിനു ശേഷം 28ാം ദിവസം ആൾ പിടിയിലായി. ഇനി ഊഴം സനു മോഹന്റേതാണ്. മകൾ മരിച്ചതെങ്ങനെ? ആ രാത്രിയിൽ ആ ഫ്ളാറ്റിൽ നടന്നതെന്ത്? മകളെ കൊല്ലാനും സനു ഒളിവിൽ പോകാനും കാരണമെന്ത്? ഉത്തരങ്ങൾ പറയാനുള്ള സനു മോഹന്റെ ഊഴം. ആമുഖമില്ലാതെ സനു മോഹൻ പറഞ്ഞത് കേട്ട് പോലീസ് പോലും കുഴഞ്ഞുപോയി. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു കുടുംബമാകെ ശിഥിലമായി പോയ ക്രൂരകൃത്യം. പ്രതിരോധിക്കാൻ കുറേ കള്ളക്കഥകൾ അയാൾക്കുണ്ടായിരുന്നു.
2021 മാർച്ച് 21. അന്ന് രാത്രി മകളോട് താൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മരിക്കാൻ പോകുന്ന കാര്യവും സാഹചര്യവും വൈഗയോട് വിശദീകരിച്ചു. അപ്പോ അമ്മയോ എന്നാണ് അവൾ എന്നോട് തിരിച്ചു ചോദിച്ചത്. കൊലപാതകത്തെ മറ്റൊരു വഴിയിലൂടെ കടത്തിവിടാനുള്ള അയാളുടെ ബുദ്ധിയെ പക്ഷേ മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറായില്ല. കുഞ്ഞിനെ അയാൾ കൊന്നത് അത്ര ക്രൂരമായിട്ടാണ്. പോലീസ് ആ സംഭവങ്ങളെ ഇങ്ങനെ വിവരിക്കുന്നു. അന്ന് മടങ്ങുന്ന വഴി രാത്രി 8:15 അവർ തുരവൂരിലെത്തി. അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് അൽഫാമും 1 ലിറ്റർ കൊക്കോകോളയും അയാൾ വാങ്ങി. രാത്രി 9 മണിക്ക് കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലെത്തി. വാങ്ങിയ കൊക്കോകോളയിൽ മദ്യം കലർത്തി അയാൾ മകൾക്ക് നൽകി. ആദ്യം കുടിച്ച ശേഷം പിന്നെ കുടിക്കാൻ വിസമ്മതിച്ച കുട്ടിയെ അയാൾ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു. ബോധം പോയ വൈഗയെ ആദ്യം തുണി കൊണ്ട് മുഖത്തമർത്തി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടതോടെ മകളെ കെട്ടിപ്പിടിച്ചും ശ്വാസം മുട്ടിച്ചു. ബോധം പൂർണ്ണമായും പോയപ്പോൾ അയാൾ മകളെ ചുമലിലെടുത്തു. അപ്പോഴാണ് മൂക്കിലൂടെ ചോര പുറത്തു വന്നത്. തറയിൽ വീണ ചോരത്തുള്ളികൾ തുണി കൊണ്ട് തുടച്ചു. മകളുടെ മുഖവും തുടച്ചു. പിന്നെ ഒരു വലിയ പുതപ്പെടുത്ത് മൂടി. ചുമലിൽ തന്നെ എടുത്ത് കാറിൽ കിടത്തി. കാറിൽ നേരെ മുട്ടാർ പുഴയിലേക്ക് വൈകിയെ തള്ളി. അവിടെ നിന്ന് കാർ ഓടിച്ച വാളയാർ വഴി കോയമ്പത്തൂരിലെത്തി. കോയമ്പത്തൂരിൽ കാർ 50,000 രൂപയ്ക്ക് വിറ്റ ശേഷം അവിടെയുള്ള ഒരു ചെറിയ ഫിനാൻസ് സ്ഥാപനത്തിൽ മകളുടെ ദേഹത്തു നിന്നും അഴിച്ചെടുത്ത സ്വർണം പണയം വെച്ചു. പോലീസ് ആ കാറും സ്വർണവും തെളിവായി പിടിച്ചെടുത്തു. ആകെ 236 പേജുള്ള കുറ്റപത്രം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഫ്ളാറ്റിലെ താമസക്കാരും ചേർന്ന് 40-ലധികം പേർ സാക്ഷികളായി. മകളെ കൊലപ്പെടുത്തി രക്ഷപ്പെടാൻ പദ്ധതിയിട്ട സനു കടബാധ്യതകളിൽ നിന്നൊളിച്ചോടി പുതിയ വേഷത്തിൽ പുതിയ പേരിൽ ജീവിക്കാൻ ലക്ഷ്യമിട്ടു. കുറ്റപത്രം അക്കമിട്ടു നിരത്തി. സാഹചര്യ തെളിവുകൾ അയാൾക്കെതിരായി. കടുത്ത ശിക്ഷയായിരുന്നു അയാളെ കാത്തിരുന്നത്. ശിക്ഷ ജീവപര്യന്തം കഠിന തടവ്. അതുകൂടാതെ 28 വർഷം അധികമായി കഠിന തടവ് അനുഭവിക്കണം. 1,70,000 രൂപ പിഴ ശിക്ഷയായും കോടതി വിധിച്ചു. കോടതിയുടെ ശിക്ഷ മാത്രമല്ല, വിധിക്ക് മുന്നിൽ തോറ്റോടിയ ആ ഭീരു ഒരു പുലരിയെയും ഇനി ഭയമില്ലാതെ സ്വീകരിക്കില്ല. താൻ നഷ്ടപ്പെടുത്തിയ ആ പവിത്രമായ ജീവൻ ഓരോ കാറ്റിലും അവന് ഒരു ശിക്ഷയായി മുഴങ്ങും. എവിടെ ഒളിച്ചിരുന്നാലും സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ അയാൾ എന്നേക്കുമായി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ അച്ഛന്റെ നിഴൽ പോലും വെളിച്ചത്തെ ഭയപ്പെടും. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.